ഒരു കായിക താരത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്വപ്നതുല്യമായ നേട്ടത്തിനരികെ എത്തുക, ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലിന് അരികെ എത്തി നിൽക്കുന്ന ഫൈനൽ, അതും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വനിത എന്ന നിലയിലൊക്കെ രാജ്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ദൗർഭാഗ്യം പിടികൂടുക എന്നൊരു അവസ്ഥ വരുന്നത്. ആ ഭാരപരിശോധനയിലാണ് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ 100 ഗ്രാം അധികമാണ് എന്നുള്ള ഭാരനിർണയത്തിൽ അവർ പിന്തള്ളപ്പെടുന്നു. അത് ഒരു അയോഗ്യതയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ സ്വർണം എന്നുള്ളത് കൈവിടുന്നു എന്ന് മാത്രമല്ല, ഫൈനൽ മത്സരം നഷ്ടപ്പെടുന്നു. അങ്ങനെ മെഡൽ നഷ്ടമാകുന്നു. അത് കേവലം ഒരു കായിക താരം മാത്രമായിട്ടല്ല രാജ്യം വിനേഷ് ഫോഗട്ടിനെ കാണുന്നത്. കായിക രംഗത്തെ മേലാളന്മാരുടെ ഏറ്റവും കൊള്ളരുതായ്മകൾക്കെതിരായ പോരാട്ടത്തിൽ 2 മാസക്കാലത്തോളം തെരുവീതിയിൽ രാജ്യതലസ്ഥാനത്ത് പോരാടിയ ഒരു പോരാട്ടത്തിൻ്റെ പേരുകൂടിയാണ് ഫോഗട്ട്. ആ നിലയിൽ കൂടി ഫോഗട്ടിൻ്റെ നേട്ടം, ആ വരുന്ന വരവ്, മികച്ച 3 വിജയങ്ങളൊക്കെ നേടിയാണ് ഫൈനലിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ എത്തിയ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഇങ്ങനെ പിന്തള്ളപ്പെടുന്നതും അയോഗ്യയാക്കപ്പെടുന്നതും ഒക്കെ കണ്ട് രാജ്യം ഞെട്ടിത്തിരിച്ചു നിന്നു. എല്ലാവരും പഴയ കാലങ്ങളൊക്കെ ഓർത്തു. ഒപ്പം പോകുന്ന ടീമിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സംശയങ്ങൾ രാജ്യത്തിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടാൻ അർഹമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ താരത്തെ, ആ കായിക താരത്തെ ആ ഏറ്റവും വലിയ മികവിന് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന സംശയമടക്കം വന്നാൽ ആരെയും കുറ്റം പറയാൻ കഴിയും. അതുകൊണ്ടാണ് അന്വേഷണം എന്ന പ്രധാനപ്പെട്ട ആവശ്യം അവിടെ ഉയരുന്നത്. അങ്ങനെ വളരെ കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു വാർത്ത, അവർ ഗുസ്തി രംഗം വിടുന്നു എന്നുള്ളതാണ്. വിടവാങ്ങൽ പ്രഖ്യാപിച്ചു എന്നതുകൂടിയാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുനിൽ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇനി മത്സരിക്കാൻ ശേഷിയില്ല എന്ന് വിനേഷ് ഫോഗട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ മനസ്സ് എത്രമാത്രം തളർന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്വർണം വാങ്ങി അല്ലെങ്കിൽ അത്ര വലിയൊരു നേട്ടം രാജ്യത്തിന് വേണ്ടി നൽകി വിരമിക്കാൻ കാത്തിരുന്ന ഒരു കായിക താരം ഈ വിധത്തിൽ പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഗുസ്തിയിൽ നിന്ന് തന്നെ പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. സ്വർണ്ണ മെഡലിനേക്കാൾ മികവുള്ള ഒരു സ്നേഹം രാജ്യം ഒറ്റക്കെട്ടായി അവർക്ക് നൽകുകയാണ്. ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും ഫോഗട്ടിൻ്റെ ഈ തീരുമാനം അത് നിരാശാജനകം തന്നെയാണ്. ശരത്തെ, ഇന്ത്യയുടെ കായിക പുത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കായിക ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കായിക പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ട്വിറ്ററിലൂടെ കായിക പുത്രിയായ വിനേഷ് ഫോഗട്ട് നടത്തിയിരിക്കുന്നത്. തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനമാണ് ട്വിറ്റർ പേജിലൂടെ, എക്സിലൂടെ കുറിച്ചുകൊണ്ട് കായിക ലോകത്തെ തന്നെ നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന, കായിക പ്രേമികൾക്ക് വേദന ഉണ്ടാക്കിയിരിക്കുന്ന വാർത്ത സമ്മാനിച്ചത്. അവരുടെ ആ വാക്കുകൾ തന്നെ വേദന ഉണ്ടാക്കുന്നതാണ്. അത് വായിക്കുമ്പോൾ തന്നെ കായിക പ്രേമികളിൽ തന്നെ വേദന ഉണ്ടാക്കുന്ന വാക്കുകളാണ്. പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഇങ്ങനെ കുറിക്കുന്നത്. ഇനി മത്സരിക്കാൻ എനിക്ക് ശക്തിയില്ല, ഗുസ്തിയോട് വിട പറയുകയാണ് എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ തകർന്നു എന്നും അതിനകത്ത് കുറിക്കുന്നു. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കണം എന്നുള്ളതാണ് ആ കായിക താരത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതി വെച്ച വാക്കുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ, ഇന്ത്യയുടെ ഒരു കായിക താരത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഒളിമ്പിക്സ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ ഫലമായി തന്നെ ഇത്തരത്തിലൊരു വിഷയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവർ കുറിക്കുമ്പോഴും ഇന്നലെ വരെ പ്രതീക്ഷയുണ്ടായിരുന്ന നിമിഷങ്ങൾ, ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ നിന്നുകൊണ്ട് ഫൈനലിലേക്ക് കടക്കുന്ന വേളയിൽ ഈ പരിശോധന, അതായത് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് അതോറിറ്റിയുടെ പരിശോധനയ്ക്കകത്ത് നിന്നുകൊണ്ട് 100 ഗ്രാം ഭാരം കൂടുതൽ എന്ന് ഫ്രീ സ്റ്റൈൽ ഗുസ്തി അകത്ത് കായിക പരിശോധനയിൽ ഈ ഒളിമ്പിക്സിനകത്ത് നിന്ന് പുറത്തേക്ക് അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കുന്ന ഒരു തീരുമാനം വരുമ്പോൾ അത് കായിക പ്രേമികൾ ഏറെ തിരിച്ചടിയായി ആ വാർത്തയെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സുനിൽ സൂചിപ്പിച്ചതുപോലെ ബഷീർ എഴുതുന്നത് അനീതിക്കെതിരായ പോരാടിയതിൻ്റെ ബലിയാടാണ് ഫോഗട്ട്. രാജ്യം അങ്ങനെയും വലിയ തോതിൽ പ്രതിഷേധത്തോടെ ചിന്തിക്കുന്നുണ്ട് എന്നത് കാണാതെ പോകാനാകില്ല. വിരമിക്കൽ രാജ്യത്തിൻ്റെ നഷ്ടമാണ് എന്നാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ഈ വലിയ പോരാട്ടത്തിൽ അവർ മാനസികമായി തകർന്ന് പിൻവാങ്ങുന്നു എന്ന്
പറയുമ്പോഴും ഇനിയും ഗുസ്തി ഗോദയിൽ അവരെ കാണാൻ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്. അവരിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഈ രാജ്യത്തിന് ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിരമിക്കൽ പ്രഖ്യാപനം പോലും പിൻവലിച്ചുകൊണ്ട് ഗുസ്തിയിലേക്ക് അവർ സജീവമാകണം എന്ന വലിയ ആവശ്യം സ്വാഭാവികമായും ഇന്ന് ഉയരാൻ സാധ്യതയുണ്ട്. വിനേഷ് ഫോഗട്ട്, താങ്കൾ കനൽ വഴി താണ്ടി വന്ന പോരാളിയാണ്. ഗോദയ്ക്ക് അകത്തും പുറത്തും പോരാട്ടം തുടരുക എന്ന നിലയിൽ രജീഷ് എഴുതുന്നു. ഈ രാജ്യത്തെ ജനത താങ്കൾക്കൊപ്പമുണ്ട് എന്നാണ് രജീഷിൻ്റെ വാക്കുകൾ. അതുപോലെ തന്നെ അനീതിക്കെതിരെ പോരാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബഷീർ എഴുതിയത് പല കായിക താരങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത ദുർവിധിയുടെ പിന്നാമ്പുറങ്ങൾ, അതേക്കുറിച്ച് വലിയ സംശയം, വലിയ ചോദ്യങ്ങൾ നിൽക്കുന്നു എന്നത് പറയാതെ പോകാനാകില്ല. തങ്ങളെ ചോദ്യം ചെയ്താൽ തീർത്തു കളയുമെന്ന സന്ദേശം ഈ വിഷയത്തിലുണ്ടോ? വിനേഷ് ഫോഗട്ടിൻ്റെ ഉണ്ടായ ഒരു ദുരനുഭവത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം ഇതുതന്നെയാണ് മയൂഖ സുരേഷും പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരുപാട് നിലയ്ക്ക്, പല നിലയ്ക്ക്, എല്ലാ തലങ്ങളിൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗുസ്തി മത്സരത്തെ ഒന്നും അത്രമേൽ അറിയാത്ത മനുഷ്യർക്ക് പോലും യഥാർത്ഥത്തിൽ ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അതിനു മുമ്പ് അവർ നടത്തിയ പോരാട്ടം മനസ്സിലാക്കുന്നുണ്ട് സുനിൽ. അങ്ങനെ സുനിൽ, നമുക്ക് ആ നിലയിൽ ഇപ്പോൾ വിനേഷ് ഫോഗട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി ഇന്ന് ഇവർ കൊടുത്ത ഹർജിയുണ്ട്. അതായത് വെള്ളി പങ്കിടണം, കാരണം ഫൈനൽ മത്സരം കഴിഞ്ഞു, അതിൽ നിന്ന് തീർപ്പ് വരാനിരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ വിരമിക്കൽ പ്രഖ്യാപനം വരുത്തുമ്പോഴും ആ മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന പ്രഖ്യാപനം തിരുത്തിക്കാൻ രാജ്യം മുന്നോട്ട് വരേണ്ടതില്ലേ. അതുപോലെ തന്നെ അവരൊരു ഫൈനലിലേക്ക് എത്തുമ്പോൾ പോലും ഇപ്പോൾ പലതും വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി ഇതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം പ്രധാനമന്ത്രിയൊക്കെ ഇവർ ഫൈനലിലേക്ക് എത്തിയിട്ട് പോലും ഒരു അഭിനന്ദന അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന വാർത്തകളുണ്ട്. അതേസമയം ഇവർക്ക് ഇങ്ങനൊരു ദുർവിധി വന്നു കഴിഞ്ഞപ്പോൾ ആശ്വാസവാക്കുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. പക്ഷേ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന BJP നേതാവായിട്ടുള്ള MP ബ്രിജ്ഭൂഷണോട് പോരാടിയതിനെ തുടർന്ന് ഇവരെത്രമാത്രം അനഭിമതയായിരുന്നു ഈ ഭരണകൂട സംവിധാനങ്ങൾക്ക് എന്നുള്ളത് രാജ്യത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടായ ഈ ദുരനുഭവത്തെ ആളുകൾ പല നിലയ്ക്കും സംശയത്തോടെ കാണുന്നില്ലേ. അതുകൊണ്ട് തന്നെ അന്വേഷണം എന്ന ആവശ്യവും വളരെ ശക്തമായി ഉയരുന്നുണ്ടോ? തീർച്ചയായും ശരത്, ഇന്നലെ അയോഗ്യത കൽപ്പിച്ചതിന് പിന്നാലെ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മേഖലയിലും ചർച്ചയായിട്ടുള്ളത്. പ്രത്യേകിച്ച് കായിക മേഖലയിൽ, അതിനുപരി രാഷ്ട്രീയ രംഗത്ത് തന്നെ ഈ വിഷയം വളരെ സജീവമായി തന്നെ ഇന്നലെ ചർച്ചയാവുകയും ഇതിൻ്റെ പിന്നാലെ തന്നെ പ്രതിഷേധം തന്നെ ലോക്സഭയിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. കേന്ദ്ര കായിക മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസിൽ നകത്ത് നിന്നുകൊണ്ടുള്ള MP-മാർ ഇന്നലെ ലോക്സഭയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ കനൽ വഴികൾ താണ്ടി ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ മരണത്തിന് ശേഷം ഇവർ നടത്തിയിട്ടുള്ള കായിക രംഗത്തുള്ള അധ്വാനമെന്ന് പറയുന്നത് കായിക ലോകം തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പ്രേരണയുമില്ലാതെ തന്നെയാണ് ഗുസ്തി താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന ഘട്ടം വരെ നിന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റുള്ളവർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തൻ്റെ പിന്തുണ, കായിക താരങ്ങൾക്ക് തന്നോടൊപ്പമുള്ള താരങ്ങളാണ് ഇത്തരത്തിൽ ഒരു ചൂഷണത്തിന് ഇരയായത്, അതും ഭരണതലത്തിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയിരുന്നു. അതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇന്നലെ സജീവമായിട്ടുള്ള പ്രതിഷേധ ചർച്ചകൾ നടന്നപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്നും ഇവരെ അയോഗ്യത കൽപ്പിച്ചതാണ് അല്ലെങ്കിൽ പുറത്താക്കിയതാണ് എന്ന് ഇതിന് അന്വേഷണം വേണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ, അതിൻ്റെ പ്രതിഷേധം അത്തരത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കായിക പ്രേമികൾക്ക് ദുഃഖമുണ്ടാക്കുന്ന തരത്തിൽ, നിരാശയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇന്ത്യൻ കായിക രംഗത്ത് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന, അഭിമാനമായിരുന്ന ഒരു താരം തൻ്റെ കായിക രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ആ താരത്തിനുണ്ടാകുന്ന ദുഃഖവും നിരാശയും, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ആ താരം ഏറ്റ മുറിവ്, അതിനപ്പുറത്താണ് കായിക ലോകം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഇന്നും ലോക്സഭയിൽ ഈ വിഷയം പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ട് ഇതിനകത്ത് അന്വേഷണം വേണമെന്നും ഇതിനകത്തുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ഇവരെ പുറത്താക്കിയതാണ് എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചർച്ചയായി നിൽക്കുന്നത്
പറയുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിരമിക്കൽ പ്രഖ്യാപനവുമായി വിനേഷ് ഫോഗട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നടന്മാർ പോലും ഇവർക്ക് ശക്തി പകർന്നുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവർ ഇവരെ തിരിച്ചു വരും, അവരുടെ അധ്വാനത്തെ, അവരുടെ കായിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളൊരു യഥാർത്ഥ പോരാളിയാണ് എന്നുള്ള തരത്തിൽ അവരുടെ പോരാട്ട വീര്യം കെട്ടുപോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രേരണ നൽകിക്കൊണ്ട്, ശക്തി നൽകിക്കൊണ്ട് ആണ് എല്ലാവരും രംഗത്തെത്തിയിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ശരത്തെ, ശരി. സുനിൽ അരുമാനൂർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളി മെഡൽ പങ്കിടണം എന്ന നിലയിൽ, ആ ആവശ്യം ഒരു കായിക താരം എന്ന നിലയിൽ ഇതിനെതിരെ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇന്ന് വിധി വരാൻ പോകുന്നു, ഉത്തരവ് വരാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒളിമ്പ്യൻ PT ഉഷ നയിക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ നൽകിയില്ല. ഒരു കായിക താരത്തിന് അങ്ങനെ നിയമപരമായി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആ പിന്തുണ അവർക്ക് നൽകിക്കൊണ്ട് തന്നെ അപ്പീൽ നൽകാൻ കഴിയുന്നതല്ലേ എന്ന് ചോദ്യമുണ്ട്. പകരം ആശുപത്രിയിൽ കഴിയുന്ന വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിക്കാൻ മാത്രം ഒളിമ്പ്യൻ PT ഉഷയുടെ സാന്നിധ്യം ഉണ്ടായാൽ മതിയോ? ആ കായിക താരത്തോടും ഇന്ത്യൻ കായിക ലോകത്തോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിയമപരമായ വഴികളിൽ പോരാടാൻ, അപ്പീൽ നൽകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനില്ലേ? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് അവർ പിൻവാങ്ങുന്നത് എന്നതുകൂടി പറയാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA തയ്യാറാകേണ്ടതുണ്ട്. അതേസമയം ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ ലോക ഗുസ്തി അസോസിയേഷൻ അപ്പീൽ നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല എന്നതുകൂടിയുണ്ട്. പക്ഷേ പേരിനെങ്കിലും അങ്ങനെ ഒരു അപ്പീൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കായിക സംവിധാനങ്ങളുടെ സമ്മർദ്ദം, തങ്ങളുടെ ഒരു കായിക താരം സുവർണ്ണ നേട്ടത്തിനരികെ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടി, അതിൽ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഏറ്റവും ശക്തമായ നിയമപരമായ കായിക രംഗത്തെ നിയമാവലികൾക്കനുസരിച്ച്, ഒളിമ്പിക്സ് ചട്ടങ്ങൾക്കനുസരിച്ച് ഒരു കായിക താരത്തിന് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാൻ കഴിയുമെങ്കിൽ അവർക്കൊപ്പം പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നിയമപരമായി അവർക്ക് പോരാടാം. അത് കേവലം ആശുപത്രിയിൽ പോയി നൽകുന്ന ഒരു ആശ്വാസ പ്രകടനത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല. പക്ഷേ ഒളിമ്പിക് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന നിലയ്ക്ക് അപ്പീൽ നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നൽകിയില്ല? അതിൻ്റെ തടസ്സം എന്തായിരുന്നു? അതോ അങ്ങനൊരു സംവിധാനം, അങ്ങനെ അപ്പീൽ നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിയമപരമായ അവകാശം ഒളിമ്പിക് അസോസിയേഷൻ ഇല്ലേ? ഇക്കാര്യങ്ങൾ കൂടി പറയാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നതും പ്രധാനമാണ്. അയോഗ്യത നിയമപരമാണ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് പറയുന്നത്. പക്ഷേ ആ വിശദീകരണത്തിൽ പ്രതിപക്ഷം തൃപ്തരായിട്ടില്ല. ഇന്നലെ തന്നെ പാർലമെൻറ്റ് ഇരുസഭകളിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വിനേഷിൻ്റെ അയോഗ്യത നിയമപരമാണ് എന്നാണ് കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ വാദിച്ചത്. ഇതാണ് പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചതും അല്ലെങ്കിൽ എതിർക്കാൻ പ്രേരിപ്പിച്ചതും. ഫൈനലിലെത്തിയിട്ടും വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിക്കാൻ കൂട്ടാക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അയോഗ്യത വന്നതിന് പിന്നാലെ സാന്ത്വനവുമായി എക്സിൽ പോസ്റ്റ് ഇട്ടു എന്ന തരത്തിലേക്കുള്ള ചില വ്യത്യാസങ്ങളും ഒക്കെ ഈ വാർത്തകളിൽ വളരെ പ്രത്യേകതയോടെ തന്നെ ഇന്ന് പൊതുവിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. അങ്ങനെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ യോഗ്യത വരികയും ഉറപ്പായ മെഡൽ നഷ്ടമാവുകയും ഫോഗട്ട് അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിക്കുകയും അങ്ങനെ ഉറങ്ങാത്ത മണിക്കൂറുകൾ, 12 മണിക്കൂർ മുടിമുറിച്ച് അവസാന ശ്രമമൂലി 100 ഗ്രാം എന്നുള്ളതൊന്ന്, അതിൽ നിന്ന് ഈ ഭാര 50 കിലോഗ്രാമിലേക്ക് എത്താൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമാണ് ആ കായിക താരം ആ രാത്രി മുഴുവൻ നടത്തിയത്. ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല, ശാരീരികമായി തളർന്നവർ, നിർജ്ജലീകരണം ബാധിച്ച്, ഡീഹൈഡ്രേഷനൊക്കെ ബാധിച്ച് ആശുപത്രി കിടക്കയിലാകുന്ന അവസ്ഥ പോലും വന്നു. ആ മാനസികമായ തകർച്ചയിൽ നിന്ന് താരം ഇപ്പോൾ ഗുസ്തിയോട് വിട പറയുന്നു എന്ന വിരമിക്കൽ പ്രഖ്യാപനവും വന്നു നിൽക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു അന്തരീക്ഷം എന്നതുകൂടി പറയട്ടെ. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും തീരുമാനങ്ങളും ഒക്കെ വരാനിരിക്കുന്നു. നമ്മളെല്ലാം അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പൊതു സാഹചര്യം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ അരുമാനൂരാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തത്.